ഇപ്പോൾ കിട്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. നടിയെ ആക്രമിച്ച കേസിൽ നിർണായകമായ വഴിത്തിരിവ്. ദിലീപിന്റെ മാനേജർ അപ്പുണ്ണിയുമായി ഫോണിൽ സംസാരിക്കുന്നത് പ്രതി പൾസർ സുനിയാണ്. സഹതടവുകാരൻ വിഷ്ണുവിന്റേതെന്ന പേരിൽ പുറത്തുവന്ന സംഭാഷണം പൾസർ സുനിയുടേതെന്ന് പോലീസ്. ബിനിൽ ചേർന്നു വിവരങ്ങളുമായി. ബിനിൽ, ഇന്ന് രാവിലെയാണ് വിഷ്ണുവിന്റെ ശബ്ദരേഖ എന്ന പേരിൽ ഒരു ഫോൺ റെക്കോർഡ് പ്രചരിച്ചത്. എന്തൊക്കെ കാര്യങ്ങളാണ് ഇപ്പോൾ പോലീസിൽ നിന്ന് നമുക്ക് സ്ഥിരീകരിച്ചു പറയാനാവുന്ന വിവരങ്ങൾ? ഇന്ന് രാവിലെയാണ് പൾസർ സുനിയുടെ സഹതടവുകാരൻ വിഷ്ണു ദിലീപിന്റെ മാനേജർ അപ്പുണ്ണിയുമായി സംസാരിക്കുന്ന ശബ്ദരേഖ എന്ന പേരിൽ പുറത്തേക്ക് വന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ ആ ഫോണിൽ സംസാരിച്ചിരുന്നത് പൾസർ സുനി തന്നെയായിരുന്നു എന്നാണ് ഇപ്പോൾ വ്യക്തമായിരിക്കുന്നത്. ജയിലിൽ നിന്നാണ് പൾസർ സുനി ദിലീപിന്റെ മാനേജർ അപ്പുണ്ണിയുമായി ഫോണിൽ സംസാരിക്കുകയും ചെയ്തിരിക്കുന്നത്. ആ ശബ്ദങ്ങളിൽ നിന്ന് തന്നെ അത് വ്യക്തമാണ്. ഇത് പൾസർ സുനിയുടെ ശബ്ദം തന്നെയാണ് എന്ന കാര്യം പോലീസും സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇതിൽ നിന്ന് തന്നെ ജയിലിനുള്ളിൽ മൊബൈൽ ഫോണോ മറ്റ് സംവിധാനങ്ങളോ ഉപയോഗിച്ചിരുന്നു എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്. ജയിലിൽ നിർബാധം പൾസർ സുനിക്ക് ഫോൺ ചെയ്യുന്നതിനുള്ള അവസരങ്ങൾ ഉണ്ടായിരുന്നുവെന്നും വ്യക്തമാകുന്നു. ആ ഫോൺ സംഭാഷണം വിശദമായി കേൾക്കുന്നതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, താൻ ഒരു കത്ത് പുറത്ത് കൊടുത്തുവിട്ടിട്ടുണ്ടെന്നും ആ കത്ത് കിട്ടിയിട്ട് ആ കത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കണമെന്നുമാണ് പൾസർ സുനി ഈ സംഭാഷണത്തിൽ ആവശ്യപ്പെടുന്നത്. അതോടൊപ്പം തന്നെ 1.5 കോടി രൂപ 3 മാസത്തിനകം നൽകണമെന്ന ആവശ്യവും പൾസർ സുനി മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. താൻ ജയിലിൽ നിന്നാണ് വിളിക്കുന്നതെന്ന് ഈ ഫോൺ സംഭാഷണത്തിൽ തന്നെ വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. ഇത് റെക്കോർഡ് ചെയ്താൽ തനിക്ക് ബുദ്ധിമുട്ടില്ല, റെക്കോർഡ് ചെയ്തോളൂ എന്നുകൂടി പറഞ്ഞുകൊണ്ടാണ് പൾസർ സുനി നടൻ ദിലീപിന്റെ മാനേജർ അപ്പുണ്ണിയുമായി ഫോണിൽ സംസാരിക്കുന്നത്. എന്തായാലും ഇതിന്റെ ഓഡിയോ ക്ലിപ്പുകൾ പുറത്തേക്ക് വന്നപ്പോൾ ഈ സംഭാഷണം പൾസർ സുനിയുടേതാണെന്ന് വ്യക്തമായതോടുകൂടി ഈ കേസിൽ നിർണായകമായ വഴിത്തിരിവിലേക്കാണ് കാര്യങ്ങൾ മാറുന്നത്. കാരണം ജയിലിനുള്ളിൽ നിന്ന് ഒരു തടവുകാരൻ ഫോൺ ചെയ്തിരിക്കുന്നു എന്നത് തന്നെയാണ് ഏറ്റവും പ്രസക്തമായ വസ്തുത. അതോടൊപ്പം തന്നെ ജയിലിൽ നിന്ന് വിളിച്ച് ഭീഷണിപ്പെടുത്തി പണം തട്ടാനുള്ള ഒരു ശ്രമവും ഉണ്ടായിരിക്കുന്നു എന്ന നിലയിലേക്ക് കൂടി ഈ കേസ് വികസിക്കുകയാണ്. എന്തായാലും ഈ ഫോൺ സംഭാഷണം പൾസർ സുനിയുടേതാണെന്ന് വ്യക്തമായിരിക്കുന്നു. അതോടൊപ്പം തന്നെ താൻ ഒരു കത്ത് നൽകിയിട്ടുണ്ട്. ആ കത്ത് പരിശോധിക്കണം, വായിച്ചു നോക്കണം, അത് കൈമാറണം. അതായത് നടൻ ദിലീപിന് ഇത് കൈമാറണം എന്ന ആവശ്യം തന്നെയാണ് മാനേജരോട് പൾസർ സുനി മുന്നോട്ട് വയ്ക്കുന്നത്. അതോടൊപ്പം തന്നെ താൻ അടുത്ത കടയിൽ ഒരു ഇത് കൊടുത്തിട്ടുണ്ട്, അത് എടുത്ത് പരിശോധിക്കണമെന്നും കൂടി ഈ സംഭാഷണത്തിൽ പറഞ്ഞു വെക്കുന്നുണ്ട്. ഈ പുറത്തു വന്ന ശബ്ദരേഖ വിശദമായി പരിശോധിച്ചപ്പോഴാണ് ഇത് വിഷ്ണുവിന്റേതല്ല, മറിച്ച് പൾസർ സുനിയുടെ തന്നെയാണ് എന്ന് വ്യക്തമായിരിക്കുന്നത്. ഇതിലെ സംഭാഷണത്തിന്റെ ശൈലിയും അടക്കമുള്ള എല്ലാ കാര്യങ്ങളും പൾസർ സുനിയുടെ തന്നെയാണ്. ജയിലിനുള്ളിൽ നിന്ന് ഫോൺ ഉപയോഗം നടന്നിരിക്കുന്നുവെന്ന വലിയ ഒരു ഗുരുതരമായ സുരക്ഷാ വീഴ്ച കൂടി ഈ കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഉണ്ടായിരിക്കുകയാണ്. ബിനിൽ, ഈ കേസിൽ പലതരത്തിലുള്ള ഗൂഢാലോചനകളെ കുറിച്ചുള്ള ചർച്ചകളൊക്കെ നടന്നിട്ടുണ്ട്. സുനിയെ പോലെ ഒരാൾക്ക് ജയിലിനകത്ത് ഫോൺ ലഭിച്ചതിൽ ദുരൂഹതയുണ്ട്. മറ്റൊരു കാര്യം, വിഷ്ണു വിളിച്ചു എന്നാണ് ദിലീപിന്റെയും നാദർഷയുടെയും പരാതി ഉണ്ടായിരുന്നത്. സുനിയാണ് സംസാരിക്കുന്നതെന്ന് തീർച്ചയായും അപ്പുണ്ണിക്ക് മനസ്സിലാവാതിരിക്കുകയുമില്ലല്ലോ. ആ തരത്തിൽ കൂടി ഇക്കാര്യത്തിൽ പരാതിയുടെ കാര്യത്തിലും ചെറിയ ദുരൂഹതയില്ലേ? അപ്പുണ്ണിയെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് തന്നെ വിളിച്ചത് ആരാണ് എന്ന് മനസ്സിലാവണമെന്നില്ല. കാരണം അയാൾ തന്നെ അപ്പുണ്ണി തന്നെ ഈ ഫോൺ സംഭാഷണത്തിൽ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ആരാണ് വിളിക്കുന്നത് എന്ന കാര്യം ചോദിക്കുന്നുണ്ട്. ആരാണ് വിളിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ മറുവശത്ത് നിന്ന് ആരാണ് എന്ന കാര്യം വ്യക്തമാക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അപ്പുണ്ണിക്ക് ഇത് ആരാണ് തന്നെ വിളിച്ചത് എന്ന് വ്യക്തമാകാനുള്ള സാധ്യതയില്ല. അക്കാര്യത്തിൽ അത്തരത്തിലൊരു വ്യക്തത വേണമെങ്കിൽ ഇവർ തമ്മിൽ അടുത്ത പരിചയം വേണം. എന്തായാലും അതിനുള്ള സാധ്യതകൾ ഇതുവരെ പോലീസിന് വ്യക്തമായിട്ടില്ല. അത്തരത്തിലൊരു ഇവർക്ക് അറിവുണ്ടായിരുന്നു എന്ന് പോലീസ് ഇതുവരെ സമ്മതിക്കുന്നുമില്ല. എന്തായാലും ഈ ദിലീപിന്റെ മാനേജർ അപ്പുണ്ണിക്ക് ഈ ഫോൺ സംഭാഷണം എത്തുമ്പോൾ ഇത് വിളിക്കുന്നത് ആരാണ് എന്ന് അപ്പുണ്ണിക്ക് അറിയില്ല എന്ന് തന്നെയാണ് നമുക്ക് ഈ ഫോൺ സംഭാഷണത്തിൽ നിന്ന് വ്യക്തമാകുന്നത്. ആരാണ് വിളിക്കുന്നത് എന്ന കാര്യം അയാൾ എടുത്തെടുത്ത് ചോദിച്ചെങ്കിലും ഈ മറുതലയ്ക്കലുള്ളയാൾ ആരാണ് എന്ന കാര്യം വ്യക്തമാക്കുന്നുമില്ല. എന്തായാലും ആ ഫോൺ സംഭാഷണത്തിൽ നിന്ന് വ്യക്തമാകുന്ന 2 കാര്യങ്ങൾ, ജയിലിനുള്ളിൽ നിന്നാണ് താൻ ഇത് വിളിക്കുന്നത് എന്ന കാര്യം പൾസർ സുനി വ്യക്തമാക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ കോൾ റെക്കോർഡ് ചെയ്യാനും പറയുന്നുണ്ട്. താൻ പുറത്ത് കൊടുത്തുവിട്ടിരിക്കുന്ന കത്തിലെ കാര്യങ്ങൾ പരിശോധിക്കാനും ആ കത്ത് കൈമാറണമെന്ന ആവശ്യവും അപ്പുണ്ണിക്ക് മുന്നിൽ പൾസർ സുനി വയ്ക്കുന്നുണ്ട് എന്നതാണ് ഏറ്റവും നിർണായകമായ കാര്യം. എന്തായാലും ജയിലിൽ കിടക്കുന്ന ഒരാൾ പുറത്ത് മറ്റൊരാളെ ഉപയോഗിച്ച് ഒരു കത്ത് കൈമാറിയ ശേഷം അതിന്റെ അടിസ്ഥാനത്തിൽ പണം ആവശ്യപ്പെടുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഈ ഫോൺ സംഭാഷണം വിശദമായി പരിശോധിക്കുന്നതിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നത്.
ബിന്നിലേക്ക് എത്താം. വിഷ്ണു വിളിച്ചു എന്നായിരുന്നു നേരത്തെ ദിലീപിന്റെയും നാദൃഷയുടെയും പരാതി. ദിലീപിന്റെ സഹോദരൻ ദിലീപിന്റെ മാനേജർ അപ്പുണ്ണിയെ വിളിച്ച പൾസർ സുനിയുടെ ശബ്ദരേഖ ഒന്ന് കേൾക്കാം. നിങ്ങൾക്ക് എന്തിനാ എന്നെ വിളിക്കണത്? അപ്പുണ്ണി സംസാരിക്കാൻ ഇത് കൂട്ടാക്കണം. എന്താന്ന് വെച്ചാൽ ഞാൻ കൂട്ടാക്കാണ്ട് ഞങ്ങൾക്ക് ഇതായിട്ട് എന്താ ബന്ധം? പിന്നെ ഞങ്ങളെ വിളിക്കുന്നത് എന്നെ വിളിക്കണമല്ല. ഞാൻ വിളിക്കണത് നിങ്ങളുടെ ആൾക്കാരൊക്കെ വിളിക്കുന്നവരൊക്കെ പറഞ്ഞില്ല. പിന്നെ നിങ്ങൾ മാത്രം എനിക്ക് പറയേണ്ട കാര്യമൊന്നുമില്ല. എനിക്കൊരു ആവശ്യമില്ല. എന്നെ വിളിക്കേണ്ടത് ഞാൻ നിങ്ങളോട് പറഞ്ഞില്ല. നിങ്ങളോട് എല്ലാവരും നിങ്ങൾ എവിടെ നിന്നായാലും എന്നെ വിളിക്കണ്ട. പറഞ്ഞേരെ ഒന്നും ആരുടെ എന്ത് പറയാ? ആരുടെ പറയണ്ട. നിങ്ങൾ ഇഷ്ടമുള്ള ഇതോളം പറഞ്ഞു. ഞങ്ങളെ വിളിക്കണ്ടെന്ന് പറഞ്ഞല്ല. നീ കൂടെ കേസ് കൊടുക്ക. എന്ത് കോപ്പറേറ്റ് ചെയ്തോ? നിങ്ങൾ പറയേണ്ട ആവശ്യമില്ല. നിങ്ങൾ നിന്റെ ഇഷ്ടമുള്ള ചെയ്തോളൂ. ഞങ്ങളെ വിളിക്കണ്ടെന്ന് നിങ്ങളോട് പറഞ്ഞില്ല. പിന്നെ നിങ്ങൾ എന്ത് വിളിക്കണേ? നീ ധൈര്യത്തോടെ ചെയ്തോടാ. വിളിക്കുന്നത് എന്നോട് പറഞ്ഞു. എന്നെ വിളിക്കണ്ട. ഒരു കാര്യം ഞങ്ങൾക്ക് ഒന്നും കാണണ്ട കേൾക്കൊണ്ട്. നിങ്ങൾ ഇഷ്ടമുള്ള ഇതേ ചെയ്യുന്ന പറഞ്ഞേ. വിളിക്കണ്ടെന്ന് പറഞ്ഞു. വേണ്ടെന്ന് ഞങ്ങൾക്ക് ആവശ്യമില്ല. ഞങ്ങൾക്ക് അതിന്റെ ആവശ്യമില്ല. നിങ്ങൾ വിളിച്ചത് നിങ്ങൾ ചെയ്തായി. ഒരു കാര്യം ഞങ്ങൾക്ക് ഒന്നും കാണണ്ട കേൾക്കൊണ്ട്. നിങ്ങൾ ഇഷ്ടമുള്ള ഇതേ ചെയ്യുന്ന പറഞ്ഞേ. വിളിക്കണ്ടെന്ന് പറഞ്ഞു. വേണ്ടെന്ന് ഞങ്ങൾക്ക് ആവശ്യമില്ല. ഞങ്ങൾക്ക് അതിന്റെ ആവശ്യമില്ല. നിങ്ങൾ വിളിച്ചത് നിങ്ങൾ ചെയ്തായി. ശരി. ആ കടയിൽ പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അതുകൂടെ അതിന്റെ ആവശ്യമൊന്നുമില്ല. ബിനിൽ